പലപ്പോഴും ഓരോ ധ്യാനത്തിലൂടെ ഓരോ ശുശ്രൂഷകളിലൂടെ ഒത്തിരി കൃപ നമ്മൾ സ്വീകരിച്ചു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അനേക കൃപകൾ ചോർന്നു പോകും, നഷ്ടമായിട്ട് പോകും. എങ്ങനെ കൃപ ചോർന്നു പോകണത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കത്ത് പോലുമില്ല. എങ്ങനെയാണ് കൃപ ചോർന്നു പോകണത്? നമുക്ക് ദൈവം തരുന്ന സമൃദ്ധമായ കൃപയുടെ അഭിഷേകം അതെങ്ങനെ ചോർന്നു പോകുന്നു? ഹെബ്രായർക്ക് ലേഖനം 12:15 ഹെബ്രായർ 12:15 ദൈവകൃപ ആർക്കും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ദൈവകൃപ ആർക്കും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ എങ്ങനെയാ ചോർന്നു പോണത് എന്നതിനെപ്പറ്റി നമ്മൾ ആത്മശോധന ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരുപക്ഷേ നമ്മുടെ അധരങ്ങളിലൂടെ ആയിരിക്കാം, നമ്മുടെ വാക്കുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒഴിവ് സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ വ്യർത്ഥമായ ചില കാര്യങ്ങൾ, അതിലൂടെ ആയിരിക്കാം ദൈവകൃപ ചോർന്നു പോണത്. നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പരിശ്രമിക്കണം. കാണാൻ സാധിക്കും പഴയ നിയമത്തിലൊക്കെ അനേക യുദ്ധങ്ങളെപ്പറ്റി കാണാൻ സാധിക്കും. ഒത്തിരിയേറെ യുദ്ധങ്ങളെപ്പറ്റി പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഇസ്രായേൽക്കാരും മറ്റു ദേശങ്ങളുമായിട്ട് നടത്തിയ അനേക യുദ്ധങ്ങൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനു വേണ്ടിയാണ് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്? യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ, രക്തച്ചൊരിച്ചിലിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ എന്തിനാ ഈ ബൈബിളിൽ എഴുതി വച്ചിരിക്കണത്? കൃത്യമായൊരു ആത്മീയമായ ഉത്തരം അതിനുണ്ട്. അതിനെപ്പറ്റി പൗലോസ് ഇങ്ങനെ പറയും. 1 കൊരിന്തോസ് 10:11 1 കൊരിന്തോസ് 10:11 ആ വചനം എങ്ങനെയാണ് പറയുക? നമുക്കൊരു പാഠമാകേണ്ടതിനാണ് ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. നമുക്കൊരു പാഠമാകേണ്ടത്. കാരണം ഭൗതികമായ യുദ്ധങ്ങളിൽ ശത്രുക്കൾ ഉപയോഗിക്കുന്ന അതേ മാർഗങ്ങളാണ് ആത്മീയ യുദ്ധത്തിൽ പിശാച് ഉപയോഗിക്കുന്നത്. ഭൗതികമായി ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ, തകർക്കാൻ വേണ്ടി ശത്രുക്കൾ എന്തെല്ലാം മാർഗം ഉപയോഗിക്കുന്നോ അതേ മാർഗമാണ് ആത്മീയമായ തലത്തിൽ പിശാച് ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിലെ യൂദീയത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ അവിടെ ഒരു സംഭവം കാണാൻ പറ്റും. ഒരു വിജാതീയ ഒരു സൈന്യാധിപൻ, അദ്ദേഹത്തിൻ്റെ പേര് ഹോളോഫർണസ് എന്നാണ്. ഈ ഹോളോഫർണസ് ഇസ്രായേൽ ദേശം പിടിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. ആദ്യം പിടിച്ചെടുക്കേണ്ട പട്ടണം ബത്തൂലിയ എന്ന് വേറെ പട്ടണമാണ്. അതിനുശേഷമാണ് മറ്റു പട്ടണങ്ങൾ പിടിച്ചെടുക്കേണ്ടത്. ആദ്യത്തെ സിറ്റി പിടിച്ചെടുക്കേണ്ട ആദ്യത്തെ പട്ടണം ഈ ബത്തൂലിയ പട്ടണം. ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത കോട്ടകളാൽ ചുറ്റപ്പെട്ടൊരു പട്ടണമാണ്. ഈ ഹോളോഫർണസ് എങ്ങനെ ഈ നഗരത്തെ പിടിച്ചടക്കും എന്നതിനെപ്പറ്റി ഇങ്ങനെ പരിശോധിക്കുകയാണ്, ചർച്ച ചെയ്യാണ്. അപ്പോൾ ഒരു മാർഗം തെളിഞ്ഞു കിട്ടും. ഈ കോട്ടകളാൽ ചുറ്റപ്പെട്ട ഈ നഗരത്തിലേക്ക് നീർച്ചാല് വരുന്ന ഈ ജീവജലം, ഈ ജലം കൊണ്ടുവരുന്ന ഒരു നീർച്ചാലുണ്ട്. ആ നീർച്ചാലിനെ ബ്ലോക്ക് ചെയ്യുക, ആ നീർച്ചാലിനെ വഴി അടയ്ക്കുക. ഈ നീർച്ചാലിനെ ആശ്രയിച്ചാണ് ആ കോട്ടയ്ക്കുള്ളിലുള്ള എല്ലാ നഗരവാസികൾ അവർ ജീവിക്കണത്. ഈ നീർച്ചാലടച്ചാൽ വെള്ളം കിട്ടാതെ അവർ വിഷമിക്കും. ശേഖരിച്ച് വെച്ച വെള്ളം തീരുമ്പോൾ ഒന്നുകിൽ കോട്ട വാതിൽ തുറന്ന് പുറത്തിറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങാതെ വെള്ളം ദാഹിച്ച് അവരെല്ലാവരും മരിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായി, എത്ര ബുദ്ധിതന്ത്രത്തോടെയാണ് ഒരു കാര്യം പ്ലാൻ ചെയ്യണത്. നീർച്ചാലടയ്ക്കുക. ഒരു ദൈവ പൈതലിനെ ആത്മീയമായി തകർക്കാൻ വേണ്ടി പിശാച് പദ്ധതിയിടും. ആദ്യം ചെയ്യുന്ന കാര്യം കൃപ എങ്ങനെയൊക്കെയാണ് ഉള്ളിലേക്ക് പോണത്, ആ കൃപ ഒഴുകുന്ന വഴികളടയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ആ വ്യക്തിയെ തകർക്കുക എളുപ്പമുള്ള കാര്യമാണ്. എങ്ങനെയൊക്കെ ഒരു ദൈവ പൈതൽ ഉള്ളിലേക്ക് കൃപ ഒഴുകുന്നു, ആ വഴികളൊക്കെ അടച്ചു കളയുക. വിശുദ്ധ കുർബാനയുടെ ബന്ധം തകർന്നു പോകും. കുർബാനയ്ക്ക് വരാൻ സമയമില്ല, ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും സമയമില്ലാതായിട്ട് മാറും. ദൈവവചനം വായിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു ദൈവ പൈതൽ പിന്നെ ഒരു തിരക്കിലേക്കാണ് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു തിരക്കിലേക്കാണ് തള്ളിയിട്ട് കഴിയുമ്പോൾ പിന്നെ ദൈവവചനത്തോട് ബന്ധം മുറിഞ്ഞു പോകും. പല ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന മക്കൾ, പല ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന കുടുംബങ്ങൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ജപമായുമായുള്ള ബന്ധം മുറിഞ്ഞു പോകും. കൃപയൊഴുകുന്ന നീർച്ചാലുകളെ അടച്ചു കളഞ്ഞ പിന്നെ പിശാച് എളുപ്പമാണ് ആ വ്യക്തിയെ കീഴ്പ്പെടുത്തുക, ആ കുടുംബത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ ശേഖരിച്ച ആ വെള്ളം കയ്യിലുള്ളതുകൊണ്ട് കുറച്ച് നാൾ മുമ്പോട്ട് പോകുമായിരിക്കും. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ പ്രാർത്ഥിച്ചതിന് അഭിഷേകം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് കുറച്ച് നാൾ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷേ ആ അഭിഷേകം തീരുന്ന സമയമുണ്ട്, ശേഖരിച്ച് വെച്ച വെള്ളം തീരുന്ന സമയമുണ്ട്. അതുവരെയുള്ളൂ നമ്മുടെ ആത്മീയ ജീവിതം. അത് കഴിയുമ്പോൾ നമ്മൾ ആത്മീയമായി മൃതമാകാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ ആത്മീയ മനുഷ്യൻ ജീർണിക്കാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ, യേശുവേ ആരാധന. അങ്ങനെ ദൈവകൃപ സ്വീകരിക്കുന്ന വഴികളെല്ലാം അടഞ്ഞ് അതിൽ മാറിപ്പോയ മക്കളെ നോക്കി കർത്താവിന്റെ ആത്മാവ് ഈ ദിവസം ഇങ്ങനെ പറയും. വെളിപാടിന്റെ ദിവസം 3:1 ജീവിച്ചിരിക്കുന്നു എന്നാണ് നിന്നെ പറ്റി പറയണത്, പക്ഷെ നീ മരിച്ചവനാണ്. ആത്മീയമായ പരിപോഷണം കിട്ടുന്ന
ആത്മീയമായ ആഹാരം നമുക്ക് ലഭിക്കുന്ന എല്ലാ ആത്മീയമായ കാര്യങ്ങളെ നമ്മൾ വേണ്ടെന്ന് വെച്ചു. നമ്മുടെ ആത്മീയ മനുഷ്യൻ ദുർബലമാകാൻ തുടങ്ങി. ഒരു കുഞ്ഞു പ്രലോഭനം വരുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കാൻ പോലും പറ്റാത്ത വിധം ആത്മീയ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, ആത്മീയമായി മൃതമായിട്ട് പോയി. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഭിഷേകം ചോർന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ആത്മീയ മനുഷ്യനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പരിശ്രമിക്കണം. തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ. നേരത്തെ പറഞ്ഞു, പിശാചൊരു വ്യക്തിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കൃപ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന നീർച്ചാലുകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. ആ നീർച്ചാലുകളെ നമ്മൾ കൂടുതലായിട്ട് നമ്മളതിൻ്റെ തടസ്സങ്ങൾ മാറ്റി വഴിവെട്ടി തുറക്കുമ്പോഴേ ആത്മീയമായി വളരാൻ സാധിക്കുകയുള്ളൂ. കൃപയൊഴിവ് നീർച്ചാലുകൾ ഏതൊക്കെയാണ്? കളകളെ പറിച്ചു കളഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, വിളകളെ വളമിട്ട് വളർത്തുമ്പോഴേ നമ്മൾ ഫലമുള്ളവരായിട്ട് മാറുകയുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ കളകളെ പറിച്ചു കളഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ദൈവം നട്ട വിളകളെ വളം കൊടുത്ത് പരിപോഷിപ്പിക്കുമ്പോഴേ നമ്മൾ ആത്മീയമായിട്ട് വളരുകയുള്ളൂ. ആത്മീയ ജീവനെ വളർത്തുന്ന വളം എന്തൊക്കെയാണ്? അതിനെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആത്മാവിൻ്റെ ആഹാരം എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ്. ആത്മാവിൻ്റെ അപ്പമായ ഈശോയുടെ ശരീരവും രക്തവുമാണ്. അത് ദൈവ വചനമാണ്. അത് നമ്മുടെ ജപമാല പ്രാർത്ഥനയാണ്, വ്യക്തിപരമായ പ്രാർത്ഥനയാണ്, അത് വചനവായനയാണ്. ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങൾ അതുകൂടെ നമ്മൾ അതിലേക്ക് കൂടെ ശ്രദ്ധ തിരിക്കുമ്പോഴേ നമ്മൾ ആത്മീയമായിട്ട് വളരുകയുള്ളൂ. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അതിൽ പൗലോസ് ഇങ്ങനെ പറയും, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുവിൻ. എഫേസോസ് ലേഖനം 6:10 കാണാൻ പറ്റും, നിങ്ങൾ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുവിൻ. കാരണം ഈ ലോകത്തിലെ തിന്മയുടെ അരൂപികളോട് പടപൂരുതാൻ നമ്മുടെ കയ്യിൽ ആയുധം ആവശ്യമാണ്. വെറും കൈയോടെ ഒരാൾ സമരമുഖം നിന്നേക്കരുത്, വെട്ടേറ്റ് ചാവും അവർ. വെറും കൈയോടെ ആയുധമില്ലാതെ ഒരാളും ആത്മീയ ജീവിതത്തിൽ സമരത്തിന് പോരാട്ടത്തിന് ഇറങ്ങിയേക്കരുത്. ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പോരാട്ടമാണ്. കയ്യിൽ ആയുധമില്ലാത്തവരെല്ലാവരും മുറിവേറ്റ് വീഴും. ആത്മീയ ജീവിതത്തിൽ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയാകുന്ന ആത്മാവിൻ്റെ അപ്പം സ്വീകരിച്ച് ആത്മീയമായി നമ്മളെല്ലാവരും പുഷ്ടി പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിച്ചം സ്വീകരിക്കുന്ന ദൈവവചനം കൂടെ കൂടെ വായിച്ച് നമ്മുടെ ആത്മീയ നേത്രങ്ങൾക്ക് കാഴ്ച കൂട്ടട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ എല്ലാവരും ഈശോയിലേക്ക് അടുക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും പ്രലോഭനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രലോഭനങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. പ്രലോഭനങ്ങൾ ഒരിക്കലും അത് അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. ഒരു കടലിൽ തിരമാല ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവസാന ശ്വാസം വരെ ഈ തിന്മയുടെ ദുരാശകൾ പടപുരുതേണ്ടി വരും. ആത്മീയ സമരം അത് നിന്നു പോകുന്നില്ല. അത് നമ്മളുടെ മരണത്തിൻ്റെ ആ നിമിഷം വരെ ഈ ആത്മീയ പോരാട്ടം അത് തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 1 കൊരിന്തോസ് 10:12, നിന്റെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാവാൻ ദൈവം സമ്മതിക്കില്ല. ദൈവം വിശ്വസ്തനാണ്. പ്രലോഭനം ഉണ്ടാകുമ്പോൾ അത് നേരിടുവാൻ കൃപ കർത്താവ് തരുന്നുണ്ട്. നമ്മൾ യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ ഒരു ആത്മീയ സമരത്തിൻ്റെ ആ സമരമുഖത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ശക്തിക്ക് അപ്പുറത്തൊരു സമരം ഉണ്ടാകാൻ, ഒരു യുദ്ധം ഉണ്ടാകാൻ ദൈവം സമ്മതിക്കും. ഓരോരുത്തരുടെ കപ്പാസിറ്റി കർത്താവിന് അറിയാം. അതനുസരിച്ച് പ്രലോഭനങ്ങളെ ദൈവം അനുവദിക്കുള്ളൂ. പ്രലോഭനം ഉണ്ടാകുമ്പോൾ അത് നേരിടുവാൻ കൃപ കർത്താവ് തരുന്നുണ്ട്. ആ പ്രലോഭന സമയത്ത് നമ്മൾ അതിനോട് പടപൊരുതുക, അതിനുവേണ്ടി ഒരുങ്ങുക പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ബലഹീനതകൾ നമുക്കറിയാം, നമ്മുടെ ദൗർബല്യങ്ങൾ നമുക്കറിയാം. അത് മുൻകൂട്ടി മനസ്സിലാക്കി അതിനെതിരെ പൊരുതുക, ഒരുങ്ങുക പ്രധാനപ്പെട്ട കാര്യമാണ്.